പാർവണക്കുട്ടി എന്തോ ആ വെച്ച് സ്പ്രിഞ്ചി സൂപ്പർ. അതെന്ത് സാധനം? അതൊന്നും ചോദിക്കരുത്. ബാഹുബലിയുടെ വില്ലന്റെ ഭാഷ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ മീനൂട്ടിയുടെ അടുത്തൊരു ചോദ്യം. ഈ കുക്കു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അങ്ങനെ പാട്ടില് ഇതാരാ കൊണ്ടുവന്ന് ഏത് സംഗീത സംവിധായകനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പല പാട്ടുകളിലും അത് വരും. ഒരു വെള്ളം പൊന്നും അത് പല പാട്ടിലും ഉണ്ട്. പക്ഷെ അതിന്റെ കുക്കു ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാണ്? 500 രൂപ വരും മീനോട് പറഞ്ഞു. അയ്യോ MG അങ്ങളെ ഒരു ക്ലൂ എങ്കിലും തരാം. ഞാൻ 1000 രൂപ അല്ല ആരെങ്കിലും പറഞ്ഞു കൊടുത്താണെങ്കിൽ തരത്തില്ല. എനിക്ക് അറിയത്തില്ല. പോയി പോട്ടെ. നമ്മുടെ ഗ്രേറ്റ് ഇളയരാജ സാർ. അത് ഏതൊക്കെ രീതിയിൽ? അയ്യോ ഞാൻ പറഞ്ഞായിരുന്നു. അയ്യോ ഞങ്ങളെ പറഞ്ഞാലും ചേട്ടൻ ഞാനതിന് മുന്നേ പറഞ്ഞായിരുന്നു. തോന്നിയതാ മോളെ. സാരമില്ല ആ സൈസ് ഇപ്പൊ എടുക്കുന്നില്ല. എന്തായാലും അദ്ദേഹമാണ് ഈ കുക്കു എന്നുള്ള സംഭവം കൊണ്ടുവന്നിട്ട് അതിന്റെ വെറൈറ്റീസ് എത്ര എണ്ണം, അതിന്റെ പ്രോഗ്രഷൻസ് കുറെ. പിന്നെ ഒരു സമയമായപ്പോഴത്തേക്ക് അത് ബാക്കിയുള്ളവരെ ഏറ്റെടുക്കാൻ തുടങ്ങി. അതാണ് രാജാസാർ നിർത്തിയത്. ഒരു വെല്ലം പൊന്നും പൂവും കരുതി കുക്കു. അതോടുകൂടി സാർ പറഞ്ഞു ഇനി ഞാൻ കുക്കു ഇല്ല. അതിനകത്ത് ഉള്ള ഒരു 2000 കുക്കു കയറ്റി. എന്തായാലും മോളെ നന്നായിട്ട് പാടി കേട്ടോ. മക്കളെ എന്തോ നല്ല ചന്തം ഉണ്ടായിരുന്നു മോള് ഒന്ന് പാടുന്ന കാണാം. മുകളിലൊക്കെ അമ്മേ എന്തായിരുന്നു സംഭവം? തെങ്ങ് മോളിലല്ലേ? തെങ്ങ് മേളിൽ കൊണ്ടുവച്ചോ? അതാരാ അങ്ങനെ ചെയ്തത്? നമ്മളൊക്കെ സാധാരണ തറയിലാ തെങ്ങ് നടന്നത്. മണ്ണില് അയ്യോ നമ്മള് മണ്ണിലല്ല, ടൈൽസ് അല്ല അവരൊക്കെ. ഞങ്ങൾക്ക് ടൈൽസിലാ പുറത്ത്. അല്ല ഇത് ഇൻഡോർ തെങ്ങ്. എംജിയുടെ വീട്ടിനകത്ത് കയറണം മോളെ. ഹാളിൽ തന്നെ 4 തെങ്ങ്, 5-6 തെങ്ങ. കണ്ടിട്ടില്ല അത് പാർവണക്കുട്ടി മോള് കണ്ടിട്ടില്ല. ടൈൽസിൽ തെങ്ങ് പിടിക്കുന്ന കണ്ടിട്ടില്ല. നന്നായിരുന്നു മക്കളെ കേട്ടോ. താങ്ക് യു. ബുൾക്കാൻ പാർവണക്കുട്ടി എന്തോ അയ്യോ എന്തായിരുന്നു ആ ഹൈ പോർഷൻസ് ഒക്കെ? എന്ത് സ്മൂത്ത് ആയിട്ടാ പാടിയേ. എന്ത് കിളിനാദമാണ്. കിളിനാദം. വേറെന്താ കേട്ട മോള്? ചാവി. ഓ യു മീൻ കീ. വണ്ടർഫുൾ. നല്ല വണ്ടർഫുൾ ആൻഡ് മാർവലസ്. ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു. പാർവണക്കുട്ടിയുടെ ഫാമിലി പോലെ ബ്യൂട്ടിഫുൾ ഫാമിലി. മോൾ ബ്യൂട്ടിഫുൾ ആയിട്ടും പാടി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇറ്റ്സ് ഓക്കേ. പറയണ്ട.